വളരെ വലിയ തോതിലൊന്നും എന്നെക്കൊണ്ട് വരയ്ക്കാൻ സാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ, ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കാം, 2 ചിത്രമായിരിക്കാം, പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി വര മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാം, മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രം വാങ്ങിച്ചെങ്കിലും ഒന്ന് സഹായിക്കുക. അത് എനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. എൻ്റെ ഗർഭപാത്രം ക്യാൻസർ വന്നിട്ട് റിമൂവ് ചെയ്തു എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയ വ്യക്തിയാണ് ഈ കള്ളപ്പന്നി നായിൻ്റെ മോള്. അങ്ങനെയുള്ളവൾ എന്തൊക്കെ നുണകൾ പറയും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. ഈ ചലഞ്ചിൽ നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഒരു കുട്ടിയില്ല. അപ്പോൾ ഇതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചിത്രമെങ്കിലും വാങ്ങിച്ചെന്നെ സഹായിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. അമ്മച്ചിയുടെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇനി അമ്മച്ചി എൻ്റെതോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് അമ്മച്ചി തീരുമാനിച്ചോളൂ. വേണോ നിലം വേണോ, അക്രിലിക് ഷീറ്റ് വേണോ, എന്ത് വേണേ അമ്മച്ചിക്ക് തീരുമാനിക്കാം. എത്ര സൈസിൻ്റെ ഫോട്ടോ ആണ് വരയ്ക്കുന്നത് അതും അമ്മച്ചിക്ക് തീരുമാനിക്കാം. കുഞ്ഞു ഫോട്ടോ മതി, കുഞ്ഞു വലുത് വേണമെങ്കിൽ അത്. അപ്പം അമ്മച്ചി അപ്പോൾ അതിനുള്ള അച്ഛൻ നീ കൊണ്ടുവരൂ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർ തരുന്ന ഫോട്ടോയാണ് വരയ്ക്കേണ്ടത്, അല്ലാണ്ട് നിൻ്റെ പല വലിപ്പത്തിലുള്ള അച്ഛൻ്റെ ഫോട്ടോ അല്ല. അവരെന്താണോ പിക്ചർ തരുന്നത് അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇത്ര വലിയ ഫോട്ടോയും വരയ്ക്കും. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടോളൂ, ഞാൻ റെഡിയാണ്. അപ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തതിൻ്റെ FIR കൊണ്ട് വരിക. നമുക്ക് പ്രസ് മീറ്റ് ഞാൻ വിളിച്ച ഒരു ഓൾമോസ്റ്റ് ഒരുവിധം പ്രസ് ഇറക്കും, ചാനലുകാരൊക്കെ വരും. ഞാനെന്താ സെലിബ്രിറ്റിയോ? ഇപ്പം എന്താ ഞാനെന്താ സെലിബ്രിറ്റിയോ എന്ന് ചോദിക്കാത്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിക്കാൻ അത് ഞാൻ മാത്രമേ ഇല്ലായിരുന്നു. അപ്പം ഏതായാലും ചലഞ്ച് അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്നു. നിന്റെ ഊടായ്പ് കാണിച്ച്, നിന്റെ കള്ളത്തരം കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി വഴി, ഗോകുലം ഗോപാലം വഴി നീ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ സ്വന്തം പ്രയത്നത്താൽ, നിന്റെ സ്വന്തം കഴിവാൽ നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നിന്നെക്കുറിച്ച് ട്വിറ്ററിൽ കുറിച്ചു, അല്ലെങ്കിൽ നിൻ്റെ ഫോട്ടോ പങ്കുവച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. നിൻ്റെ സ്വന്തം പ്രയത്നമായിരിക്കണം, സ്വന്തം കഴിവായിരിക്കണം. അത് അല്ലാത്തിടത്തോളം കാലം നീ തള്ളുവണ്ടി എത്ര ഉന്തി തള്ളിയാലും ജനങ്ങൾക്കെല്ലാം അറിയാം. മനസ്സിലായില്ലേ? നീ എങ്ങനെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തി, ഏത് വഴിയാണ് നീ എത്തിയത്, അതൊക്കെ വളരെ ആ ലൈൻ റൂട്ട് ക്ലിയറാണ്, അറിയാം. അതുകൊണ്ട് ജസ്ന സലീം അധികം ഇരുന്ന് തള്ളരുത്. സ്വന്തം കഴിവ് ഉപയോഗിച്ച് സ്വന്തം പ്രയത്നത്താൽ ഈ മഹത് വ്യക്തികളുടെയൊക്കെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് ജസ്ന സലീമേ നീ ഒരു സ്വന്തം പ്രയത്നം അല്ലെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് നീ ഇന്ന നിലയിലെത്തി എന്ന് ആത്മാഭിമാനത്തോടെ നിനക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലം നീ പറയുന്നത് എത്രയും വെറും പൊങ്ങച്ചം മാത്രമാണ്. പൊള്ളയായിട്ടുള്ള നിൻ്റെ തള്ള്, അതിൻ്റെ അപ്പുറം ഇതൊന്നുമില്ല. എടി പൊങ്ങച്ചക്കാരി. ആരെങ്കിലും സോപ്പിട്ട് ചാക്കിട്ട് പിടിച്ചിട്ട് സിനിമാ നടന്മാരുടെ മുമ്പിലെത്താനും പ്രധാനമന്ത്രിയുടെ മുമ്പിലെത്താനുമുള്ള കഴിവ് വരയിൽ കാണിക്കുക. അതായത് സ്വന്തം കഴിവിൽ വരച്ച്, സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം പ്രയത്നത്താൽ ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയുടെ അടുത്ത് വന്ന് കാണിക്കുക. അതാണടി മിടുക്ക്. ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാവുക.